Okay, this was the problem we were discussing. Okay. Right, this was the problem we are discussing. So the solution, so the figure we can draw from this 3D figure. നമുക്ക് വേണ്ടത് ഈ ഒരു സൈഡാണ് അല്ലേ, ഒരു ഡയറക്ഷനിലാണ്, വൺ ഡയമെൻഷനാണ് ഫ്ലോ. So assume one dimensional flow. So the direction is like this: 400 degrees Celsius is entering here and 60 degrees is entering here outside. Okay, let us take a diagram like this. Okay, please note the diagram, and we can simply draw a diagram from this 3D figure, right? A B C D, A B C D. The Q is entering here and Q is leaving here. 3 centimeter height for 3 centimeter height for B and 7 centimeter for this D. So C, and 3 centimeter thickness for A, 8 centimeter thickness for C, and 5 centimeter thickness for D. Right? Okay. So first of all, please note down the given data. Given data: LA equal to 3 centimeter, that is 0.03 meter. LA equal to 0.03 meter. LB equal to LC equal to LB and LC, the both thickness of the both LB and LC are same, that is simply 8 centimeter, right? Thickness of A and B both are same, that is 8 centimeter, and for D that is 5 centimeter, that is 0.05 meter. LB and LC equal to 8 centimeter, that is 0.08 meter. So here the area unity ആണെന്ന് തന്നിട്ടില്ല. So area is not so that is taken unity, or we don't want to find a Q per unit area. Per unit area ആണ് കണ്ടുപിടിക്കാൻ തന്നിട്ടില്ല. The question is find the heat flow rate. Only heat flow rate. It is not given as per unit area. So we want to find the area here. Area കണ്ടുപിടിക്കാനാണ് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ തന്നിട്ടുള്ളത്, right? Area. So first find the areas of the A, B, C, and D. First one, find the areas of A, B, C, and D. A equal to 0.1 area of A. Area എന്താണ്? 0.1 into thickness. Okay. L-ന്റെയും തിക്നെസ് തന്നിട്ടുള്ളത് 0.10 സെന്റിമീറ്റർ ആണല്ലേ. ഒരു സൈഡ് മാത്രം 3 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ തിക്നെസ് ആണ് 3, 8, 5 അങ്ങനെ പോകുന്നത്, റൈറ്റ്? തിക്നെസ് ആണ് എന്തായിട്ട് പോകുന്നത്, റൈറ്റ്? ശ്രദ്ധിച്ചേ, തിക്നെസ് ആണ് 3 സെന്റിമീറ്റർ തിക്നെസ് ആണ്, 8 സെന്റിമീറ്റർ തിക്നെസ് ആണ്, 5 സെന്റിമീറ്റർ തിക്നെസ് ആണ്. This is our thickness. 3, 8, and 5 are thickness. So for area we are taking length and breadth.
length and breadth. The thickness 10 centimeter length for every എല്ലാ സെക്ഷനും വരുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ് അല്ലേ. 0.01 മീറ്റർ ആണ്. 10 ഫോർ A4 B C D and എല്ലാവരും ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ. പിന്നെ ഹൈറ്റ് ഇതെടുക്കാം, ബ്രെഡ്ത്ത്. ഇത് തിക്നെസ് ആണെങ്കിൽ ഇത് ലെങ്ത് ആയിരിക്കും, ഇത് ബ്രെഡ്ത്ത് ആയിരിക്കും, റൈറ്റ്. സോ അതിന്റെ ഹൈറ്റ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ എന് എടുക്കുന്നത് 7 + 3 10 ആണ് അല്ലേ. അപ്പോൾ 10 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് എടുക്കുന്നത്. L ഈക്വൽ ടു ഫോർ എ L equal to length 0.1 meter ആണ്. That is this. And breadth is taken as the height. Thickness ആണ് താഴെ കൊടുത്തില്ലെങ്കിൽ breadth ആയിരിക്കും കൂട്ടാനുള്ളത് അല്ലേ. B കൊടുത്തിരിക്കുന്നത് 7 + 3 ആണ്. 7 + 3 ആണ്, റൈറ്റ്. Therefore it is also 0.1 meter. So both the area is 0.1 into 0.1 is 0.01 meter area. നിങ്ങൾ ഇങ്ങനെ എടുക്കരുത്, റൈറ്റ്. നിങ്ങൾ ഈ 10 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എടുക്കരുത്. 3 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ തന്നിട്ടുള്ളത് അതിന്റെ തിക്നെസ് ആണ്, റൈറ്റ്. തിക്നെസ് ഈസ് ഗിവൺ. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത്, അതായത് ബ്രെഡ്ത്ത് ആണ് 7 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ 10 ഇൻറ്റു റൈറ്റ്. ഫോർ സെക്കൻഡ് ബി എടുക്കുന്നത് 10 ഇൻറ്റു 0.3 3 സെന്റിമീറ്റർ ഓൺലി. ഹൈറ്റ് ഫോർ ബി ഈ 0.03 ആണ് ഇതിൻ്റെ. എല്ലിൻ്റെയും ഒരു സൈഡ് 0.1 ആയിരിക്കും അല്ലേ, ആയിരിക്കും. സെക്കൻഡ് വൺ എന്തായിരിക്കും 0.03 ആണ് ബിക്ക് വരുന്നത്. സിക്ക് വരുന്നത് 0.07, സിക്ക് വരുന്നത് 0.07 ആൻഡ് ജിക്ക് വരുന്നത് 0.1 ഇൻറ്റു 0.1. ഡി ഈസ് ഓൾസോ സെയിം ലൈക്ക് ആസ് എ പോലെ തന്നെയാണ് ഡിയും വരുന്നത്. 10 ഇൻറ്റു ഹൈറ്റ് ഈസ് സെയിം, റൈറ്റ്. മോൾ തിക്നെസ് വന്നിട്ടുണ്ട് LA 3 സെന്റിമീറ്റർ തിക്നെസ് ആണ് L വന്നിട്ടുള്ളത്. സോ ഏരിയ ഈസ് ടേക്കൺ ദ അതർ ടു സൈഡ്സ്. സോ ദാറ്റ് ഈസ് ബിക്കം വോളിയം. രണ്ട് കൂടിക്കഴിഞ്ഞാൽ വോളിയം വരും. സോ ദിസ് ഈസ് ടേക്കൺ ആസ് ഏരിയ കിട്ടി. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ we want to find the heat flow ആണ്, right. Heat flow rate Q equal to, what is Q? Q equal to delta T by R value. Delta T by R. Q equal to delta T by R, total R value. ശരിയല്ലേ, total R value. So here R is R1 plus RA plus RB plus RC plus RC where it is. അത് സീരീസ് ആണെങ്കിൽ അതെങ്ങനെയായിരുന്നു? R വാല്യൂ RA plus RB plus RC plus RD ആയിരിക്കും, റൈറ്റ്. 4 വാല്യൂ കണ്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കിട്ടി RA plus RB plus RC plus RC. Q വാല്യൂ ഡെൽറ്റ ടി വാല്യൂ എന്താണ് കിട്ടുക? 460. ഓക്കെ, അങ്ങനല്ലേ സാധാരണ കിട്ടുക. സോ ഇവിടെ എന്തിരിക്കുന്നത് B and C is given as parallel, right. So first of all we want to find the value of B and C. ആദ്യം B and C ന് വാല്യൂ ആണ്, എന്നിട്ട് അതിനെ നമ്മൾ പാരലൽ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് അതിന്റെ വാല്യൂ ഒരുമിച്ചുള്ള വാല്യൂ ആണ്, റൈറ്റ്. First of all we want to find RA, RB, RC and RD. Find RA, RB, RC and RD. R terminal of A is given as LA by KA into A. നമ്മൾക്ക് LA by KA മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. So this question the area also want to find out. So RTH of A is given as LA by KA into A. That is LA is 3 cm, that is 0.03 meter. KA is given as from the question KA is given as 150 watt per meter Celsius, 150, and area equal to 0.01. So RTH value is 0.02. RTH value is 0.02, right. RTH of B value is LB by KB into AB. LB by KB into AB, that is 0.08 divided by KB value is 30 into 0.003 is equal to 0.89 RTH value. Next find the RC value, LC by KC into AC. LC by KC into AC. LC by KC into AC, that is 0.08 by 65 into, നിങ്ങളൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ, ഞാൻ പറയുന്ന കാര്യം നോട്ടിൽ ചെയ്യണം. LC by AC, that is 0.176, right. And RD equal to LD by KD into AD, it is given as 0.05 divided by 50 into 0.01, that is 0.1. So we find out the values of RTHA, RTHB, RTHC and RTHD. 4 വാല്യൂ കണ്ടുപിടിച്ചു, റൈറ്റ്.
RTH of A കണ്ടുപിടിച്ചു, RTH of B കണ്ടുപിടിച്ചു, RTH of C കണ്ടുപിടിച്ചു, RTH of D കണ്ടുപിടിച്ചു. Right? Okay. RTH of A, RTH of B, RTH of C, RTH of D. Area could include on a question. So L by K A into A include ചെയ്തു, AB, AC and AD. First we find out the area കണ്ടുപിടിച്ചു, പിന്നെ RTH വരും. So the equivalent thermal resistance. So we can see that the B and C are connected in parallel. Right? Here B and C is connected in parallel. For finding the denominator, that is for finding the denominator, Q is equal to delta T by R. If there is connected in series, we can add the RA plus RB plus RC plus RB. For this question, it is given as the B and C are connected in parallel. So we must find out the equivalent of the resistance for B and C. R equivalent, 1 by R equivalent equal to 1 by RB plus 1 by RC, right? 1 by RTH of B plus 1 by RTH of C. The equivalent thermal, it is given the equivalent thermal resistance. Write down that the equivalent thermal resistance for parallel thermal resistance RTH B and RTH C is given by the equivalent thermal resistance for the parallel thermal resistance RTH B and RTH C is given by 1 by RTH equivalent equal to 1 by RTH of B plus 1 by RTH of C. Find the value. 1 by 0.89 plus 1 by 0.176. 1 by 0.89 plus 1 by 0.176. Right? Calculate the value from the calculator. The value will be equal to or approximately equal to 6.805. 6.805. 6.805. Right? 6.805. So RTH value, 1 by RTH value is given as 6.805. So RTH equivalent is taking the denominator, reciprocal of the value, RTH value, 1 by RTH of equivalent is given, taken as 6.805. So RTH equivalent will be 1 by 6.805. The 805. The reciprocal of the value is given as, or this solution as 0.147. RTH of equivalent. ഇല്ല കാര്യമൊന്നുമില്ല, അതായത് RTH of equivalent കാണണം, കാരണം B and C are connected in parallel ആണ്. Therefore we are finding the 4 വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക, RAയും RB RC RDയും കണ്ടുപിടിക്കുക, and B and C are in parallel. So first we want to find out the equivalent resistance between B and C. So അത് parallel equation വെച്ചിട്ട് നമ്മൾ കറണ്ടിലൊക്കെ ഇലക്ട്രിസിറ്റി 1 by R equal to യൂസ് ചെയ്യുന്ന സെയിം ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നു. 1 by R equivalent equal to 1 by RTH of B plus 1 by RTH of C, and we are finding the value of the equivalent resistance between B and C. So we found the value as R equivalent equal to 1 by 6.805. It is given as 0.147. So the total thermal resistance, R value, denominator R value for the finding the heat transfer rate, RTH value total is given as, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൊത്തം സീരീസ് ആയില്ലേ, A plus equivalent plus B. Sorry, A plus equivalent plus D. Right? A plus equivalent plus D. So the total thermal resistance equal to RTH of A plus RTH of equivalent plus RTH of D. RTH of A plus RTH of equivalent plus RTH of D. It is 0.02 plus 0.147 plus 0.1. Okay. 0.267. 0.267. RTH total. So the total Q value, heat transfer rate is given as Q equal to delta T by R. Is given as the temperature difference is 400 inlet minus 60 outlet divided by RTH total R equal to 0.267. The final solution is 1273.4 watt total heat transfer. Okay, like. Yes, sir. Okay, sir. Okay.
ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പാരലൽ ഇൻക്ലൂഡ് ചെയ്തു, കൂടാതെ ഏരിയ കൂടി ഇൻക്ലൂഡ് ആയി. സോ നിങ്ങൾ പാരലൽ സീരീസ് ആണെങ്കിൽ പോലും ഏരിയ ഇൻക്ലൂഡ് ആയ പ്രോബ്ലം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. ഏരിയ കൂടി ഇൻക്ലൂഡ് ആയ പ്രോബ്ലം ആണെങ്കിൽ ആദ്യം ഏരിയ 4ന്റെ ഏരിയ കണ്ടുപിടിച്ച് വെക്കാം. ചിലപ്പോൾ തന്നിട്ടുണ്ടാവാം, ഏരിയ തന്നിട്ടുണ്ടാവാം. ഈ ഫിഗർ തന്നിട്ടുള്ളത് ഈ ഫിഗറാണ് തന്നിട്ടുള്ളത്, റൈറ്റ്? ഏരിയ വന്നിട്ടില്ല, ഫിഗറാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സാറിന് അത് ഇങ്ങനെ എടുത്ത് പോകരുത്. എങ്ങനെ? ഇതിന്റെ എന്റെ ഏരിയ പറഞ്ഞാൽ 10×3 ആണ്, ബിന്റെ ഏരിയ പറഞ്ഞാൽ 10×8 ആണ്, സിന്റെ ഏരിയ പറഞ്ഞാൽ 10×8 ആണ്, ഡിന്റെ ഏരിയ പറഞ്ഞാൽ 10×5 ആണ്. അങ്ങനെ എടുത്തു പോകരുത്. ബിക്കോസ് ദ 3 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നെസ് ആണ്. LA, LB, LC, LD വാല്യൂ ആണ് 3 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. ബിനും സിനും ടു ദ തിക്നെസ് ആണ് 8 സെന്റിമീറ്റർ, ബിനും സി 8 ആണ്, സിന്റെ 8 ആണ്. സോ ഹൈറ്റ് ആണ്. സോ അതർ ദാൻ തിക്നെസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി തന്ന ലെങ്ത് നോക്കുക. തിക്നെസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 10 സെന്റിമീറ്റർ എന്ന ലെങ്ത് ഇതിന് 4നും അപ്ലിക്കബിൾ ആണ്. 10 സെന്റിമീറ്റർ ഫോർ എ, ബി, സി ആൻഡ് ഡി. അപ്പോൾ ദ ഏരിയ കണ്ടുപിടിക്കുന്നത് 10 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. എന്റെ എടുക്കുമ്പോൾ 10 ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 7 + 3 10 ആണ് എ. സോ ബി ഇസ് 10 ഇൻറ്റു ബിൻ്റെ എന്താണ്? 10×3 ആണ്. അപ്പോൾ സി ദാറ്റ് ഈസ് 10 ഇൻറ്റു താഴെയുള്ള 7 ആണ്. അപ്പോൾ ഡി ഏരിയ 10×10. ലൈക്ക് ദാറ്റ് എ ബിക്ക് സെയിം ആണ്, റൈറ്റ്? ഏരിയ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഏരിയ കിട്ടിയത്. ദെറാഫ്റ്റർ യു വാണ്ട് ടു ഫൈൻഡ് ദി RTH വാല്യൂ, തെർമൽ റെസിസ്റ്റൻസ് വാല്യൂ. എന്റെ ബിനും സിനും ഡിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. ബി ആൻഡ് സി ആർ പാരലാണ്, എന്നാൽ പോലും ബിന്റെ സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക. ദെറാഫ്റ്റർ വി വാണ്ട് ടു ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ആർ ഈക്വലന്റ്, ബി ആൻഡ് സിയും പാരലാണ്. സോ ഫസ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫോർ ബി ആൻഡ് സി. ആർ ഈക്വലന്റ് കണ്ടുപിടിച്ചു. ദെൻ ആഡിങ് ദം ഇൻടു സീരീസ് RA plus R equivalent plus RT. Substituting the equation Q equal delta T by R. ഇതേ ക്വസ്റ്റ്യനിൽ ഞാൻ പറയുന്നു ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഇതും കൂടി ഇൻക്ലൂഡ് ആണ്, ഇത് കൺവെക്ഷനും കൂടി ഇൻക്ലൂഡ് ആണ്, ഇവിടെ ഒരു കൺവെക്ഷനും കൂടി ഇൻക്ലൂഡ് ആണെന്ന് പറയുന്നു, റൈറ്റ്? ഇവിടെ ഒരു കൺവെക്ഷൻ കൂടി ഇൻക്ലൂഡ് ആണ്. ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഒരു കൺവെക്ഷൻ ഇൻക്ലൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ഒരു ഹോട്ട് ഫ്ലൂയിഡ് കൂടി വരും അല്ലേ? ടി ഓഫ് HF കൂടി ഇൻക്ലൂഡ്, ഹോട്ട് ഫ്ലൂയിഡും കൂടി ഇൻക്ലൂഡ്. So the total temperature difference will be THF minus last entry exit പോകുന്ന ടെമ്പറേച്ചർ ആണോ അത് 60 ആണ്, 60 THF minus 60, റൈറ്റ്? ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഒന്നാമത്തെ കൺവെക്ഷൻ ആണ് നടക്കുന്നത്. സോ 1/h into A വരും. H ക്വസ്റ്റ്യൻ തരും. Okay, 1/h into A plus first resistance of first one, RTH of A plus RTH of B plus RTH of C equivalent plus RTH. ഇത്രയും വ്യത്യാസം വരുന്നു. സോ ഐഡിയ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ കോമ്പോസിറ്റ് ബോർഡിലെ പ്ലെയിൻ ബോർഡിലെയും ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ഇപ്പം if it is given as parallel or it is given as series or it is convection heat transfer is also included ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും, റൈറ്റ്? I will giving more questions in PPT, right? PPT include ചെയ്ത് ഞാൻ സെൻഡ് ചെയ്ത് തരും. കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് നോക്കി വെച്ചാൽ, റൈറ്റ്? ഓക്കെ. സോ വേറൊരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ലെക്ചറിങ് ചെയ്ത് തരാം. ഡിഫറൻസ് പ്രോബ്ലം വരുന്നത്, റൈറ്റ്? Please read this problem. Just read the problem and find out what is the difference. ഈ ക്വസ്റ്റ്യൻ എന്താണ് പ്രത്യേകത എന്ന് വായിച്ചോട്ടെ. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തു. An exterior wall of a house may be approximated by a 0.1 meter layer of common brick. An exterior wall of a house may be approximated by a 0.1 meter common brick കൊണ്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒന്നാമത്തെ ലെയർ കോമൺ ബ്രിക്ക് K equal 0.7 watt per meter is തന്നിട്ടുണ്ട്, റൈറ്റ്? ഫോളോഡ് ബൈ എ 0.4 mm ലെയർ ഓഫ് ജിപ്സം പ്ലാസ്റ്റർ. രണ്ടാമത്തെ ലെയർ ഫോളോഡ് ബൈ ജിപ്സം പ്ലാസ്റ്റർ ലെയർ ഓഫ് 0.04 mm ലെയർ തന്നിട്ടുണ്ട്. അതിന്റെ K വാല്യൂ തന്നിട്ടുണ്ട്, റൈറ്റ്? വാട്ട് തിക്നെസ് ഓഫ് ലൂസ്ലി പാക്ഡ് റോക്ക് വോൾ ഇൻസുലേഷൻ? K. തേർഡ് വൺ ഒരു ഇൻസുലേഷൻ ആണ്, റോക്ക് വോൾഡ് ഇൻസുലേഷൻ. K വാല്യൂ തന്നിട്ടുണ്ട് 0.065. വാട്ട് ഇസ് ദ തിക്നെസ് ഓഫ് ലൂസ്ലി പാക്ഡ് റോക്ക് വോൾ ഇൻസുലേഷൻ should be added to reduce the heat loss or gain by wall by 80%?
ഇൻസുലേഷൻ ആഡ് ചെയ്യുന്നത് അത് ഹീറ്റ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഹീറ്റ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത്. ചൂട് പുറത്തേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ ഫ്ലാസ്ക് കഴിയും അയ്യോ ഇൻസുലേഷൻ ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ, റൈറ്റ്. സോ ആ ആഡ് ചെയ്യുന്ന ആ ഒരു ഇൻസുലേഷൻ്റെ തിക്നെസ് എത്രയാണ് ചോദ്യം. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഇസ് തിക്നെസ് ഓഫ് ദി റോക്ക് വോൾ. തിക്നെസ് തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി മൂന്നാമത്തെ വോളിന് തന്നിട്ടില്ല. ആ തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടേക്ക് ഇറ്റ് ആസ് എക്സ് വാല്യൂ. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഹിയർ. എന്ത് കണ്ടീഷനിൽ ഹീറ്റ് ലോസ് 80% അല്ലെങ്കിൽ കുറക്കാൻ പറ്റും. ഹീറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ഇൻസുലേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 80% നമുക്ക് കുറക്കാൻ പറ്റും. 20% മാത്രമേ ഹീറ്റ് ലോസ് സംഭവിക്കൂ, 80% കുറക്കാൻ പറ്റും. അങ്ങനെ കുറക്കാൻ പറ്റുമെങ്കിൽ ആ ആഡ് ചെയ്യുന്ന ഇൻസുലേഷൻ്റെ തിക്നെസ് എത്ര, LC വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്, റൈറ്റ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സോ ഹിയർ തന്നിരിക്കുന്ന വാല്യൂ ഗിവൺ സൊല്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. LA 0.1 മീറ്റർ വന്നിട്ടുണ്ട്, LB 0.04 വന്നിട്ടുണ്ട്, LC X ആണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് കണ്ടുപിടിക്കുന്നത്. LC thermal conductivity Ka തന്നിട്ടുണ്ട്, KB and KC are given, right. സോ നമ്മൾ രണ്ട് കണ്ടീഷൻ എടുക്കാം. ഫസ്റ്റ് കണ്ടീഷൻ കേസ് 1 ഈസ് റോക്ക് വാൾ ഇൻസുലേഷൻ തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു തേർഡ് ലെയർ അവിടെ ഇല്ല എന്ന് വിചാരിക്കും. ഇഫ് ദർ ഇസ് നോ തേർഡ് ലെയർ ഇല്ലെങ്കിൽ ഈ രണ്ട് ലെയർ മാത്രമേ കൺസിഡർ ചെയ്യുന്നു. അതായത് ഈ രണ്ട് ലെയർ മാത്രമേ ഉള്ളൂ, തേർഡ് വൂൾ ഇല്ല. പിന്നെ K വാല്യൂ വന്നിട്ട് ഒന്നും കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ Qൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? Qൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു ΔT/R ആണ്. ഓഫ് കോഴ്സ് ΔT/R ആണ്. ദാറ്റ് ഈസ് ΔT/R ഓഫ് ഫസ്റ്റ് വൺ പ്ലസ് R ഓഫ് സെക്കൻഡ്, റൈറ്റ്. R ഓഫ് ഫസ്റ്റ് പ്ലസ് R ഓഫ് സെക്കൻഡ് ആണ്, ശരിയല്ല? അതായത് ΔT/ ഏരിയയും ΔT തന്നിട്ടില്ല. സോ ജസ്റ്റ് പോകാൻ വേണ്ടി ΔT അവിടെ എഴുതി വെച്ചാൽ മതി. R ഓഫ് അതായത് LA/A പ്ലസ് LB/B ആണ്. ഒബ്ജക്ഷൻ ഉണ്ടല്ലോ, ഓക്കെ അല്ലേ? 0.1 ആണ് LA, 4 വാല്യൂ അറിയാം. LA, KA, LB, KB are known value. So the equation we can write is first one. If there is no insulation added, the equation is like that. Clear? So in the case when rock wall insulation is used, ചെയ്യാമെങ്കിൽ എന്ത് വാല്യൂ ആഡ് ചെയ്യാം? The equation will become like that. A into ΔT. ഏരിയ is taken യൂണിറ്റി, പുറത്ത് മോളിലേക്ക് കൊണ്ടുവരാണ് A ΔT മോളിൽ വന്നിരിക്കുന്നത്. സോ the equation will become as LA/KA plus LB/K is the third one. ഒരു കൂടി വരും, LC/KC കൂടി വരും അല്ലേ? തേർഡ് വൺ ഇക്വേഷൻ LC/KC കൂടി വരും. അതല്ലേ വ്യത്യാസം വരുന്നുള്ളൂ, റൈറ്റ്? LC/KC കൂടി വരും. ഇതിൽ നമുക്ക് അറിയാത്ത വാല്യൂ LC മാത്രമാണ്, KC ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് X എന്ന് കൊടുത്തു ഇവിടെ. ഇക്വേഷൻ അങ്ങനെ മതി, മോള് മതി പോലെ ഇക്വേഷൻ താഴെ മതി. പ്ലസ് X/0.065. രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് റോക്ക് വാൾ ഇൻസുലേഷൻ യൂസ് ചെയ്തപ്പോൾ. ഓക്കെ, നമുക്കറിയാം ദ വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വെൻ ദ ഇൻസുലേഷൻ ഈസ് ആഡഡ്. ഇൻസുലേഷൻ ആദ്യത്തെ കണ്ടീഷനിൽ ഹീറ്റ് ഫുൾ ലൂസ് ചെയ്യാണ്, 100% ഹീറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹീറ്റ് ലൂസ് ചെയ്യാണ് അല്ലേ? ഇൻസുലേഷൻ ആഡ് ചെയ്യുമ്പോൾ 80% ലൂസ് നമുക്ക് തടയാൻ പറ്റുന്നു, 20% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ ഇൻസുലേഷൻ ആഡ് ചെയ്തപ്പോൾ. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? Q എന്ന് പറയുന്നത് 80% എന്തായിരിക്കും? 80% കുറഞ്ഞു അല്ലേ? അപ്പോൾ 20% മാത്രമേ ഉണ്ടാവൂ. 20% ഓഫ് Q1 ആയിരിക്കും അല്ലേ? ഈ ട്രാൻസ്ഫർ ഓഫ് സെക്കൻഡ് വൺ എന്നുള്ളത് 80% തടഞ്ഞു, ഈ ട്രാൻസ്ഫർ തടയുന്നു, ഹീറ്റ് ലോസ് തടഞ്ഞു വെച്ചു, 20% മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹീറ്റ് നമ്മളെ ബൂളൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസുലേഷൻ ആഡ് ചെയ്യുമ്പോൾ മറ്റേനേക്കാളും 20% മാത്രമേ കൂടും, 80% തടഞ്ഞു. സോ Q2 = 20% of Q, right? Q2 = 20% Q1, that is Q2 = 0.2 into Q1. ശരിയല്ലേ? Q2 = 0.2 into Q1. 20% എന്ന് പറയുന്നത് 0.2 വാല്യൂ, റൈറ്റ്? That is equation is given here. Q2 = 0.2 of Q1, റൈറ്റ്? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ Q1 Q2 ഇക്വേറ്റ് ചെയ്യാണ്. Q1 നമുക്കറിയാം, ഈ ഇക്വേഷൻ അറിയാം. Q2 for this we can know the second equation. അപ്പോൾ അത് 0.2 എന്ന് കൊടുത്താൽ മതി. സോ Q2 = this value, this bill value equal to this given as A into ΔT by this
particular equation. 0.1 by 0.7 plus 0.4, 0.4, 0.8 plus x by equal to 0.2 into q1. q1, what is q1? This value, a rounded value, ഈ വാട്ടറുള്ള വാല്യൂ അല്ലേ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ എ ഡെൽറ്റ ടിയും എ ഡെൽറ്റയും എൻ്റെ ഈക്വൽ ആണ്. സോ ഇറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽ. എ ഡെൽറ്റ എൻ ഡെൽറ്റ ക്യാൻസൽ. അപ്പം അറിയാത്ത വാല്യൂ ഇതിൽ എക്സ് മാത്രമേ ഉണ്ടാവൂ. റൈറ്റ്? സോ വി ക്യാൻ ഇത് ഈ ഇക്വേഷൻ ഈ വാല്യൂ മുകളിലേക്ക് കൊണ്ടുപോകാം അല്ലേ? ഇത് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0.1 by 0.7 plus 0.4 plus 0. ഈക്വൽ ടു അത് മുകളിലേക്ക് പോകും. ഇത് ഇങ്ങോട്ടേക്ക് പോകും. ഈക്വൽ ടു 0.2 ഇൻറ്റു ദിസ് വാല്യൂ. ഇതിൽ അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൺലി അൺനോൺ വാല്യൂ ഹിയർ ഇറ്റ് ഈസ് എക്സ്. ഓൾ വാല്യൂ വി ക്യാൻ കാൽക്കുലേറ്റ് ത്രൂ കാൽക്കുലേറ്റർ ആൻഡ് ടുഗദർ വി വിൽ ഗെറ്റ് എക്സ്. thickness of the localization will be 58.8 mm എന്ന് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ മീറ്റർ വാല്യൂ. ക്ലിയർ ആണോ? ഓക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ചോദിക്കാം. അതായത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. പക്ഷെ സംഭവം ചെയ്യേണ്ടത് ഒരേ രീതി തന്നെയാണ്. ഈ ഒരേ ഇക്വേഷൻ ഒരേ രീതിയാണ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതാണ്. ഇതിൽ പറയുന്നത് ആ ബോളിൻ്റെ ഒരു 3 ലെയറിൻ്റെ കാര്യമാണ് ക്വസ്റ്റ്യൻ. പക്ഷേ 3ാമത്തെ ലെയർ ആഡ് ചെയ്യുമ്പോൾ ഇത്ര ശതമാനം ഹീറ്റ് ലോസ് നമുക്ക് തടയാൻ പറ്റുന്നു എങ്കിൽ 3ാമത്തെ ലെയറിൻ്റെ തിക്നെസ് എത്ര? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ തിക്നെസ് അവർ ആഡ് ചെയ്തിട്ടില്ല, ലോസ് കംപ്ലീറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഏരിയ യൂണിറ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഏരിയ തന്നിട്ടില്ലെങ്കിൽ യൂണിറ്റ് ഏരിയ ആണ്. ഏരിയ തന്നിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളിപ്പം ചെയ്ത ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ തരുന്നത് ചുരുക്കം ചില ക്വസ്റ്റ്യൻ മാത്രമാണ്. ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കൂടി കൺസിഡർ ചെയ്യണം. പക്ഷേ ഇതേപോലത്തെ കണ്ടീഷനിൽ ഇതേപോലത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഏരിയ തെറ്റില്ല. കൺഫ്യൂസ് ചെയ്യുന്ന പോകണമെങ്കിൽ ഏരിയ യൂണിറ്റ് എടുക്കാനേ പറ്റുള്ളൂ. കാരണം ഏരിയ കൂടി വന്നു കഴിഞ്ഞാൽ റൈറ്റ് എൽ എ ബൈ കെ എ ഇൻറ്റു എ വരും, എൽ ബി ബൈ കെ ബി ഇൻറ്റു ബി വരും, എൽ സി ബൈ കെ ബി ഇൻറ്റു ബി. അങ്ങനെ ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ വലിയൊരു ലെൻസ് പ്രോബ്ലം ആയി വരും. അതിന് മാർക്ക് കൂടുതലാക്കി കൊണ്ട് വരും. സോ ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് ലോജിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. വിച്ച് മീൻസ് യു വാണ്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ, എ തിങ്കിങ് അബൌട്ട് ചില ആലോചിച്ചിട്ട് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. ദാറ്റ് ഈസ് ലോജിക്കൽ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇക്വേഷൻ. സോ ഇറ്റ് ഈസ് ലോജിക് ക്വസ്റ്റ്യൻ. ലോജിക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഏരിയ തരാൻ സാധ്യത കുറവാണ്. റൈറ്റ്? ഇങ്ങനെ കേസിൽ ഏരിയ തന്നിട്ടുണ്ടാവില്ല. സോ ഏരിയ തന്നിട്ടില്ല, ഡെൽറ്റ ടി തന്നിട്ടില്ല. നമ്മൾ ഏരിയ തന്നെ കൊടുക്കണം. എ ഡെൽറ്റ ടി കൊടുത്തു, 2 കേസിനും കൊടുത്തിട്ട് 2 ഒരേപോലെയാണ് ക്യാൻസൽ ചെയ്തു. യൂണിറ്റ് ഏരിയ ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ യൂണിറ്റ് ഏരിയ? ഇല്ല. പക്ഷേ ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് ആറ്റ് എസ് യൂണിറ്റ്. ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. 2 ചെയ്തു, ഇക്വേറ്റ് ചെയ്തപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് ചെയ്തത്. റൈറ്റ്? സോ ദിസ് ഈസ് ദ അനദർ ടൈപ്പ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ക്ഡ്. ചോദിക്കാൻ സാധ്യതയുള്ള 3ാം ടൈപ്പ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഹിയർ ദിസ് ക്വസ്റ്റ്യൻ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് അല്ല, ബട്ട് ഒന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ. ഇല്ല കാര്യം ഇത് ചെയ്യാനില്ല, പക്ഷേ ഒന്ന് തിങ്ക് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഏരിയ വന്നിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. സോ ലെറ്റ് ഡു ദിസ് പ്രോബ്ലം. ഐ തിങ്ക് ചെയ്യാൻ പോകും. I want to do this problem. Oh, first I can note down this problem. It's a somewhat difficult problem. Figure കാണുമ്പോൾ എനിക്ക് തോന്നും. So can do 2 slabs each 120 mm thick. 2 slabs each 120 mm thick. Please write down. Two slabs each 120 mm thick have thermal conductivities of 14.5 watt per meter cube Celsius, 14.5 watt per meter cube Celsius, and 210 watt per 2 slabs and the slab on the road, right?
These are placed in contact. These are placed in contact. And two walls are placed in contact. But due to roughness, the surface, only 30% of area is in contact. And the gap remaining area is 0.025 mm thick. Only 30% of area is in contact. And the gap in the remaining area is 0.025 mm thick and is filled with air. If the temperature of the face of the hot surface is 220 degrees Celsius, temperature of the face of the hot surface is 220 degrees Celsius, and the outside surface of the slab is 30 degrees Celsius. Determine heat flow through the convection system, torsion system. Second one, the contact resistance and temperature drop in contact. The contact resistance, RTH of contact, and temperature drop in contact. Okay. നേരത്തെ ക്വസ്റ്റ്യനെ പോലെ നമ്മൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തപ്പോൾ T1 T2 എന്നൊക്കെ എടുക്കുന്നില്ല. കാരണം ഈ പ്രോബ്ലം കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ്. എക്സിറ്റ് എൻട്രി എടുക്കുന്നത് T1 T2 തന്നെയാണ്, റൈറ്റ്. അതിനൊക്കെ സെൻറ്റർ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫിഗർ എന്താണെന്ന് മീൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, റൈറ്റ്. അത് കഴിഞ്ഞല്ലോ. ആ ഫിഗർ ഒന്ന് നോക്കിയേ. സംഭവം എന്ന് വെച്ചാൽ ദ സ്ലാബ് ആൻഡ് സ്ലാബ് ബി ആർ ഇൻ കോണ്ടാക്ട്. സ്ലാബ് ബി ആൻഡ് സ്ലാബ് ബി ആർ ഇൻ കോണ്ടാക്ട്. രണ്ട് കൈ ഒരുമിച്ച് വെച്ച് നോക്കി ബോത്ത് കോണ്ടാക്ട്. പക്ഷേ ഒരു റഫ്നെസ്സിൻ്റെ സംഭവങ്ങളുള്ളതുകൊണ്ട് ഇത് ഫോർ റീസൺ ഓഫ് റഫ്നെസ് എല്ലാ ഏരിയയും ജോയിൻ ചെയ്തിട്ടില്ല. 30% ഏരിയ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആ രണ്ട് മെറ്റീരിയലും 30% കൂടി ചേർന്നിട്ടുള്ളൂ. 70% ഈസ് നോട്ട് ഇൻ കോണ്ടാക്ട്, ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് എയർ. ആ സെൻറ്ററെ കാണിച്ചിരിക്കുന്ന വൈറ്റ് ആണ് അവിടെ ജോയിൻ ചെയ്യാതിരിക്കുന്ന വൈറ്റ്. സോ ഒരു രണ്ട് ഇത്രയാണ് ഒരു വരുന്നത്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ രണ്ട് കൂടി ചേർന്നപ്പോൾ ഈ ഒരു ഏരിയയും മാത്രമേ കോണ്ടാക്ട് വന്നിട്ടുള്ളൂ, അടുത്തത് കോണ്ടാക്ട് വന്നു, റൈറ്റ്. അപ്പോൾ 70% കോണ്ടാക്ട് വന്നിട്ടില്ല, 30% കോണ്ടാക്ട് വന്നിട്ടുള്ളൂ ഉണ്ട്. സോ ആ 30% നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഹിയർ രണ്ടെണ്ണം കൂടി ജോയിൻ ചെയ്യാണല്ലോ. അപ്പോൾ 30% മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 30% ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി എക്കും ബിക്കും തുല്യമായി വീതിച്ചു കൊടുക്കാം. 30% 50% ഫോർ എ ആൻഡ് 50% ഫോർ ബി. എന്റെ 30% അല്ല മൊത്തം 30% ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ 30%, എന്റെ 15%, ബിന്റെ 15% കൂടിയാണ് 30% ജോയിൻ ആയിട്ടുള്ളത്. അങ്ങനെ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ബാക്കി 70% കൺസിഡർ ചെയ്യുന്നില്ല, അതായത് കോണ്ടാക്ട് ഇല്ല. 70 for 50% we are taking A and other 50% we are taking B. A ഉണ്ട് B ഉണ്ട്. B1 50%, A1 15%, and C connected 70%. T1 is 220 degrees Celsius, T2 is 30 degrees Celsius. Draw the figure. Slab A and slab B. Right. LA is given as 120 mm. LB is given as 120 mm. Right. ജോയിൻ ചെയ്യാത്ത ഭാഗം തിക്നെസ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. Only 30% of area is in contact and the gap in the remaining area is remain ചെയ്യാത്ത area. The gap in the remaining area is 0.025 mm thick. The gap in the remaining area. ജോയിൻ ചെയ്യാത്ത ഏരിയൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.025 mm ആണ്, റൈറ്റ്. 0.025 mm. അതായത് this thickness is given as 0.025. ഓക്കെ, അതെന്തിനും കൂടി എല്ലാം B1 for B1 for C and for A1 ഈ മൂന്നിനും ബാധകമാണ് എന്ത് ദിസ് thickness 0.025. Okay, and these three are connected in
ഈ മൂന്നെണ്ണം എന്താ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ മൂന്ന് ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ A1, C and B1 is in parallel and A and B are in series with the equivalent. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഇക്വാലൻ്റ് തന്നെയാണ്. A1 B1 C1 ഇക്വാലൻ്റ് കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഓൺലി മെത്തേഡ്. കഴിഞ്ഞ സെയിം സ്റ്റെപ്പ് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് LA is given as 120 mm. LA1 is thickness is LA1 equal to LC equal to LB1. LA1 equal to LC equal to LB1. Together it is 0.00025 meter. Mm meter like meter 3 value. LA equal to LB equal, right? KA value is given. KB value is given. KC value തന്നിട്ടുണ്ടോ? KC. Assume that the conductivity of the air that is filled with air എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, filled with air, KC. Okay, assume the conductivity of air is given as, a question parameter, assume the air conductivity of air is given as 0.032 watt per meter cube inches. Okay, and half of the contact of the is due to either material. നമുക്ക് രണ്ട് മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. So first heat through the surface system. RTHA, RTHB, RTHC കണ്ടുപിടിക്കും, റൈറ്റ്? RTHA, RTHA1 എല്ലാത്തിൻ്റെയും ഏരിയ കണ്ടുപിടിക്കും, RTH വാല്യൂ അതും കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഇക്വാലൻ്റ് കണ്ടുപിടിക്കുക, റൈറ്റ്? RTH of A, what is RTH of A? RTH of A is L by KL, LA by KA into A. ഏരിയ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഏരിയ ഫുൾ യൂണിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്, യൂണിറ്റി. ഏരിയ തന്നിട്ടില്ല. നടുക്കുള്ള സർഫസ്, ഈ നടുക്കുള്ള ഏരിയൻ്റെ തിക്നെസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏരിയയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ഏരിയ ടേക്കൺ ആസ് യൂണിറ്റി. സോ RTH of A is LA by KA. LA by KA, that is taken as unity. Area taken as 1 here. 0.12 into 12 divided by 1, 14.5 into 1. Area is taken. RTH of A equal to this value. RTH of A1. RTH of A1 എന്താണ്? RTH of A1. RTH of A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഇതിലെത്ര ഒരു ഭാഗമാണ് അല്ലേ? A1, C, B എന്ന് പറയുന്ന ഒരു ഭാഗമാണ് A1. ഇത് മൊത്തമാണ് ഏരിയ യൂണിറ്റി എന്ന് പറയുന്നത്. സർഫസ് ഏരിയ ഓഫ് ദിസ് ടോട്ടൽ യൂണിറ്റി, മൊത്തം യൂണിറ്റി, ഓരോ സിസ്റ്റം യൂണിറ്റിയാണ്. അപ്പോൾ ദിസ് കണ്ടീഷൻ A1 ഉണ്ട്, C ഉണ്ട്, B1 ഉണ്ട്. ഇത് ടോട്ടലാണ് യൂണിറ്റി. സോ A1 എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിന് 15% ആണ്. യൂണിറ്റ് ഏരിയന് 15% ആണിത്. യൂണിറ്റ് ഏരിയൻ്റെ 70% ആണിത്. യൂണിറ്റ് ഏരിയൻ്റെ 15% ആണിത്. യൂണിറ്റ് ഏരിയ 1ൻ്റെ 15% ആണ് ഇവിടെ, 1ൻ്റെ 70% ആണ് ഇവിടെ, 1ൻ്റെ 15% ആണ് ഇവിടെ. അത് 1നെ 3 ഭാഗം തിരിച്ചാണ്, യൂണിറ്റ് ഏരിയനെ 1 തിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഫോർ A1 ആൻഡ് ഫോർ C ആൻഡ് B1, ഈ 3 കണ്ടീഷൻ നമ്മൾ ഏരിയ എടുക്കുന്നത് 1ൻ്റെ ഇത്ര പെർസെൻറ്റേജ് അതാണ്. സോ ഫോർ RTH of A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0.00025, ദാറ്റ് ഈസ് തിക്നെസ് LA divided by, LA1 divided by KA1 into area. ഏരിയ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണ്, പക്ഷേ A1 എന്ന് പറഞ്ഞാൽ 15% മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഇതിൻ്റെ 15%. സോ ഏരിയ ഈസ് ഇക്വൽ ടു 1ൻ്റെ 15%. ദാറ്റ് ഈസ് 0.15. അതാണ് ഏരിയ എടുക്കുന്നത്. ഇവിടെ 1 എടുത്ത് ഇവിടെ 0.15 എടുത്തതിൻ്റെ വ്യത്യാസം. ഓക്കെ, 0.025 by 14.5 into 0.15, റൈറ്റ്? അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടി എഴുതി വെക്കട്ടോ. അപ്പോൾ അതിൻ്റെ വാല്യൂ എഴുതി വെച്ചു, കൊടുത്തിട്ടില്ല, എഴുതി വെച്ചു. RTH of C, what is RTH of C? 0.05, ടോട്ടൽ തിക്നെസ് സെയിം തന്നെ, ഈ മൂന്നും തിക്നെസ് സെയിം തന്നെ. 0.0025, 0.0040, കൺവേർട്ടിങ് mm into meter by 210. What is RKC? സീൻ്റെ എടുക്കുന്നതാണ് 0.0025 by അതിൻ്റെ KC വാല്യൂ 0.032 ഇൻറ്റു ഏരിയ. ഏരിയ കഴിഞ്ഞാൽ 1ൻ്റെ 70% ആണ് അല്ലേ? C 70% ഇസ് ഗിവൺ ആസ് 0.7. And for third B1, 0. This value divided by 210, that is KB, K of B1. B1 എന്ന് പറഞ്ഞാൽ K thermal conductivity of this material. നമ്മൾ ഈ B1 എടുക്കുന്നത് ഈ ബീൻ്റെ ഒരു കഷ്ണമായിട്ടാണല്ലോ. അപ്പോൾ ഇത് രണ്ടിനും thermal conductivity സെയിം ആയിരിക്കും അല്ലേ?
A1 എടുക്കുന്നത് എൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. കാരണം 30% ഇവിടെ ടോട്ടൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. 30% അത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15% രണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ 15% ബിൻ്റെ 15% ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഭാഗം എടുക്കുമ്പോൾ A1 എടുക്കുമ്പോൾ എൻ്റെ തെർമക്കടിച്ച് തന്നെയാണ് എടുക്കുന്നത്. ബിൻ്റെ എടുക്കുമ്പോൾ ബിൻ്റെ തെർമക്കടിച്ച് തന്നെയാണ് എടുക്കുന്നത്. റൈറ്റ്. സോ RTH of B equal to 0.12 divided by 210. ഇതിൻ്റെ തന്നെ ബിൻ്റെ തന്നെ ഇൻറ്റു 0. ഇവിടെ RTH of B1 എടുക്കുമ്പോൾ 50% ആണ്. അപ്പോൾ 0.15 തന്നെയാണ് ഏരിയ. റൈറ്റ്. അതിൻ്റെ വാല്യൂ എഴുതി വെക്കുക. ബിൻ്റെ എന്താണ്? ഏരിയ 1 ആണ് അല്ലേ, യൂണിറ്റി ആണ്. 0.12 divided by 210 into 1 യൂണിറ്റി. ഇവിടെ ഏരിയ കൂടെ ഇൻക്ലൂഡ് this question. For this question, area is unity. Area is taken as unity. The second part is divided by 3 parts. That is B1, A1 and C. So the unity is divided into 3 parts. Area equal to 1 is divided into 3 parts. That is 50% for B1, 15% for A1 and 70% for C. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ഒരു മീറ്റർ സ്ക്വയറിൻ്റെ 70%, അതായത് 0.7. ഒരു യൂണിറ്റിൻ്റെ 15%, 0.15. അതാണ് ഏരിയ എടുത്തത്. സോ ഫോർ 1/r ഇക്വലൻറ്റ് 4 എല്ലാൻ്റെയും RTH വാല്യൂ കണ്ടുപിടിച്ചു. റൈറ്റ്. ആ A കണ്ടുപിടിച്ചു, A1, B1, C 4 കണ്ടുപിടിച്ചു, 5 കണ്ടുപിടിച്ചു. റൈറ്റ്. A, B, A1, B1, C. അപ്പോൾ എൻ്റെ എഴുതുക A1, B1, C are in parallel. The wall, the material or the section A1, B1 and C are in parallel. So the equivalent resistance between the 3 parts. So the equivalent resistance between the 3 parts, 1/r equivalent equal to 1/r equivalent equal to 1/r equivalent equal to what is 1/r of A1 plus 1/r of B1 plus 1/r of C. Right? ഈ മൂന്നിന് വാല്യൂ നമുക്കറിയാം. 1/RA1 അറിയാം, RB1 അറിയാം, RC1, RC also. So we can find the R equivalent value. So we can find the R equivalent value. 1/R equivalent we will get it as by the equation this, and R equivalent will be get by taking reciprocal of the value. Right. One by RTH of A1 plus 1/RTH of T. RTH denote ചെയ്യുന്ന തെർമൽ ആണ്. RTH അത് ഞാൻ RA1 RB1 എഴുതുന്നതാണ്. It is important to write that RTH, that is thermal resistance of R. Thermal resistance of R ഉണ്ട്. കണ്ടക്ടീവ് റെസിസ്റ്റൻസിന് വരുന്നത് ചാനൽ. RTH equal to that value that you want to find using calculator. അതിനാണ് ടൈപ്പ് ചെയ്യുന്നത്. For RTH value കിട്ടിയിട്ടുള്ളത് 7.419 into 10⁻⁻7. 7.419 10⁻⁻7. 7.419 10⁻⁻7 ആണ് RTH of equivalent കിട്ടിയിരിക്കുന്നത്. Right? For the 3 sections A1, B1 and C. So find the RTH total value of system. RTH of A plus, RTH of equivalent plus, RTH of B. ആ ഇക്വലൻ്റ് 3 കണ്ടുപിടിച്ച് നമ്മൾ സീരീസിലേക്ക് കണക്ട് ചെയ്തു അല്ലേ. സോ ടോട്ടൽ RTH വാല്യൂ ഈസ് RTH of A plus, RTH of B plus, RTH of equivalent. RTH value, the step is fixed here. RTH total equal to RTH of A plus, RTH of equivalent plus, RTH of B. Okay. 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 Then the equation will become like this. Total equation, that is RTH of A plus, RTH of equivalent plus, RTH of B. Together the value is 8.84. Actually approximate value ontulladu ninge kittunnathu 8.84 into 10⁻³ is the given answer in the text. 8.84 10⁻³ together RTH value. So the total heat transfer Q is given as Q equal to delta T divided by RTH, which is, what is delta T? Total heat inputting to output is given as 220 minus 30. 220 like
Yeah, 220. Yeah, 220, right? 220 here and 30 here. Okay. Then, so 220 minus 30 is the temperature difference, and RTH value is total value calculated using the equation RTH of A plus RTH of equivalent plus RTH of B, which is given as, the approximate value is 8.84 10 raised to minus 3, and that Q is equal to delta T overall divided by RTH total. The value is given as 21493 watt. We can write it as 21.4 kilowatt. 0.493 watt ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആ മെത്തേഡ് മനസ്സിലാക്കും, റൈറ്റ്? Okay. And second part of the question is to find the contact resistance and temperature. Contact resistance, temperature drop on the contact resistance നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ആർക്ക് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലൻസ് ഓഫ് ദി 3 അല്ലേ? അതല്ലേ കോണ്ടാക്ട് റെസിസ്റ്റൻസ്. അതായത് കോണ്ടാക്ട് ചെയ്യുന്ന സർഫസുകളുടെ റെസിസ്റ്റൻസ്. ഈ കോണ്ടാക്ട് ചെയ്യുന്ന സർഫസ് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ സർഫസ് ആണ്. നടുക്ക് കാണുന്ന ഈ ഒരു ബോക്സ്, ഫുൾ ബോക്സ്, ദാറ്റ് ഇസ് ദ കോണ്ടാക്ട് സർഫസ്. അതിന് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RTH of A plus, RTH of A1 plus RTH of C plus RTH of B1 ആണ്, റൈറ്റ്? അതല്ലേ അവിടുത്തെ റെസിസ്റ്റൻസ്. അത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. RTH of equivalent, that is contact resistance. That is simply writing the answer as the contact resistance. Already got it as 7.419. Contact ആണ് ഈ വാല്യൂ, equivalent value ആണ്, total resistance അല്ല, equivalent value. Got it as 7.419 10 raised to minus 7. Okay. So the temperature drop in contact. Temperature drop ആണ് this കണ്ടുപിടിക്കുന്നത്. ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ആ ഡ്രോപ്പ് എത്രയാണ് അങ്ങനെ കിട്ടും. ആ ഇക്വലന്റ് ആയിട്ടുള്ള കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തൊരു തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ടി വാല്യൂ വന്നിട്ടുണ്ട്, എല്ലിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, തിക്നെസ് ഓഫ് ദി കോണ്ടാക്ട് സർഫസ് വന്നിട്ടുണ്ട്, എല്ലിൻ്റെ വാല്യൂ. സോ ദ ക്യൂ വാല്യൂ വിൽ ബി ഈക്വൽ ടു കോണ്ടാക്ട് അല്ലേ, കോണ്ടാക്ട് സ്ഥലത്തല്ലേ, the contact value, Q value equal to delta T by RTH of contact, right? RTH of contact, Q equal to delta T by, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ Q equal to delta T by our contact ആണ്. So you want to find the temperature drop at the interface, delta T. Delta T will be Q into RTH of contact. Q into RTH of contact. ശരിയല്ലേ? delta T എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ കോണ്ടാക്ട് സർഫസിലുള്ളത് Q ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വേറ്റ് ചെയ്യാമല്ലോ. അതായത് Q ഓഫ് ഫസ്റ്റ് വൺ ടു കോണ്ടാക്ട്, Q ഈക്വൽ ടു Q ഓഫ് കോണ്ടാക്ട് ഈക്വൽ ടു Q ഓഫ് കോണ്ടാക്ട് ടു ഔട്ട്സൈഡ് എടുക്കാമല്ലോ. സോ delta T something delta A minus B or something like that. We are taking any area. So we would only want to type the delta T value, the temperature difference between the contact surface. Q equal to delta T by RTH contact. RTH contact is RTH equivalent. That we already find. Contact equivalent. So the Q value, temperature drop delta T equal to Q into RTH of contact or equivalent. Total value is 0.0159 degrees Celsius ആണ് delta T കിട്ടിയിട്ടുള്ളത്. ഇത്രയും കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കും, റൈറ്റ്? ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ഇതുപോലത്തെ പ്രോബ്ലമാണ് ഈ മൊഡ്യൂളും ചോദിക്കുക. സോ യു ക്യാൻ ടേക്ക് അറ്റൻഡൻസ്, റൈറ്റ്? സോ अद्वैत देखे, अजय कृष्णा present sir. अखिल के present sir. अक्षय कृष्णा present sir. अक्षय कृष्णा टी, अक्षय कृष्णा टी is absent. present sir. अक्षय कृष्णा टी आनो? yes sir. Okay. अक्षय राजीवन
Absent. Amarnath P. Present, sir. Ken Frederick. Present, sir. Digit Suresh. Digit. Gogul Gangadharan. Present, sir. Digit ഉണ്ടോ? Digit. Okay. ഉണ്ടോ? Digit ഉണ്ടോ? Absent. Joel Tom Babu. Present, sir. Junaid AP. Present, sir. Minosh K. Present, sir. Muhammad Sinan. Present, sir. Niket. Present, sir. Pranav K. Present, sir. Pranav N. Present, sir. Pratik M. Present, sir. Sharath KV. Present, sir. Srinath K. Present, sir. Chirag PV. Present, sir. Silabu P. Present, sir. Yadu Krishan K. Present, sir. Yadul Harish. Yadul is present. Yes, sir. Okay. Arun Raj. Present, sir. Vishnu KV. Present, sir. Vishnu Sajeevan. Neeraj K. Present, sir. Ranesh. Present, sir. Vaishak. Present, sir. Google Muralidharan. Present, sir. And the one absent. ആരും absent ഇല്ലേ? റനീഷ് അല്ല, ആരും ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ 1 minute.